ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. ഒരു ഓർഗനൈസിങ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ കിച്ചൺ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുത്തിട്ടും എല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ടും ഒക്കെ. അപ്പോൾ നമ്മൾ എത്ര അടുക്കി പറക്കി വെച്ചെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ ഓരോ സാധനങ്ങളും എടുക്കുമ്പോൾ അലങ്കോലമാവാറുണ്ട്. അപ്പോൾ എല്ലാ മാസത്തിലും ഒരു ദിവസം ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം കുറച്ച് സമയം നിൽക്കുവാണെങ്കിൽ എപ്പോഴും സാധനങ്ങളൊക്കെ വൃത്തിയായിട്ട് അടുക്കി പറക്കി വെച്ച പോലെ ഇരുന്നോളും. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ടാണ് വെക്കുന്നത് കേട്ടോ. ഉണങ്ങാനായിട്ട് അങ്ങ് വെക്കും. പുറത്ത് നല്ല വെയിലാണല്ലോ. അപ്പോൾ കഴുകുന്ന പാത്രങ്ങൾ ഈ ചരിവും അതേപോലത്തെ സാധനങ്ങൾ വലിയ പാത്രങ്ങളൊക്കെയാണ് പുറത്ത് വെക്കുന്നത്. പ്ലേറ്റും കുട്ടി പ്ലേറ്റ് ഗ്ലാസ്സുകളൊക്കെ ഞാൻ ആ ഒരു ഓർഗനൈസർ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ നമ്മുടെ പാത്രം വെക്കുന്നത്, അതിലോട്ട് നേരെ കഴുകുമ്പോൾ തന്നെ അവിടോട്ടങ്ങ് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറി താഴോട്ട് വീഴുമ്പോൾ വെള്ളം അങ്ങ് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എളുപ്പപ്പണികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ബാക്കി പരിപാടി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പാത്രം കഴുകി ഉണങ്ങാനായിട്ട് ഇതാ വെച്ചു. ഇനിയാണ് നമ്മുടെ ഓർഗനൈസിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ രണ്ട് ഷെൽഫുണ്ട്. ഷെൽഫെന്ന് പറയാൻ പറ്റത്തില്ല, 2 തട്ട്. നമ്മുടെ ഗ്യാസ് അടുപ്പിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് 2 ഭിത്തിയിലുമായിട്ട് ഓരോ തട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എപ്പോഴും എടുക്കേണ്ട സാധനങ്ങൾ കയ്യെത്തുന്ന ദൂരത്തായിട്ട് അങ്ങനെ വെച്ചേക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഹാൻഡ് വാഷാണ് കേട്ടോ, തുടയ്ക്കാനായിട്ട് വെള്ളത്തിൽ കലക്കിയേക്കുന്നത്. കാരണം വേറെ ലോഷനോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഹാൻഡ് വാഷ് മാത്രമേ ആകെ ഉള്ളൂ. അപ്പോൾ അത് നല്ല മണമാണ് അതിന്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തേയില, പഞ്ചസാര, അങ്ങനത്തെ സാധനങ്ങൾ, ഉപ്പ്, അതൊക്കെയാണ് നമ്മുടെ ഈ താഴത്തെ തട്ടിൽ. മുകളിലത്തെ തട്ടിൽ നമുക്ക് എപ്പോഴും വേണ്ടാത്ത സാധനങ്ങൾ, അതായത് ഉഴുന്ന്, പരിപ്പ്, വറ്റൽമുളക്, കാപ്പിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏറ്റവും മുകളിലാണ്. പുളി, 2 ടൈപ്പ് പുളി, അതൊക്കെ ഞാൻ ഈ പറക്കി വെക്കുന്ന ആ ഒരു റോയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടാത്ത സാധനങ്ങളല്ലേ അതൊക്കെ. അപ്പം അത് ആ ഒരു സൈഡിലായിട്ട്, ആ ഒരു മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി അതിൻ്റെ തൊട്ട് താഴത്തെ തട്ടിലാട്ടോ ഞാൻ ഈ പറഞ്ഞ മുളക് പൊടി, ആ ടൈപ്പ് സാധനങ്ങളെല്ലാം ഈ ഒരു സൈഡിലായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് എപ്പോഴും ദിവസവും നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് ഇരിക്കേണ്ട സാധനങ്ങളല്ലേ. അപ്പോൾ അത് ഞാൻ ഈ ഒരു റോയിലായിട്ട് പെട്ടെന്ന് എടുക്കാനായിട്ട് വെച്ചേക്കുവാന്നേ. എന്നും വേണ്ടുന്ന സാധനമല്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി അവിടെ ആയിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഏറ്റവും ഉപകാരമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ ഈ ഒരു ഗ്യാസ് വെക്കുന്നതിൻ്റെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഫുള്ള് ടൈലാണേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലോട്ട് മാറിയതിന് ശേഷം ഞാനിങ്ങനെ കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം കറക്റ്റ് 1 മാസമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വീട്ടിലോട്ട് എത്തിയത്. ഈ മാസം 1 തീയതിയായിരുന്നു നമ്മളിവിടെ താമസം തുടങ്ങിയത്. അപ്പോൾ കറക്റ്റ് 1 മാസമായിട്ടുണ്ട്. ഞാൻ പഴയ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ മാസത്തിലും ഒരു ദിവസം കുറച്ച് സമയം, ഒരു 2 മണിക്കൂർ നമ്മുടെ കിച്ചൺ ഓർഗനൈസ് ചെയ്യാനും പൊടി തുടയ്ക്കാനും ഒക്കെ ആയിട്ട് ആ ഒരു ദിവസത്തിൻ്റെ ഒരു 2 മണിക്കൂർ ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ല ക്ലീനായിട്ടും വൃത്തിയായിട്ടും അടുക്കള ഇരിക്കും. പിന്നെ താഴത്തെ എന്നും തുടയ്ക്കുന്നത് താഴത്തെ നമ്മുടെ പാത്രം കഴുകുന്ന സിങ്ക്, ആ ഒരു ഏരിയ മാത്രം കേട്ടോ എന്നും തുടയ്ക്കുകയും എന്താ പറയുക ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ വെക്കുന്ന ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി നീറ്റാക്കിയിട്ടായിരുന്നു ഇവിടെ ഇങ്ങനെ വെച്ചത്. പിന്നെ എന്നാലും പൊടിയുടെ ഇത്തിരി കൂടുതൽ കൊണ്ട് അവിടെ പാത്രങ്ങളെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ മുകളിലെ ഓരോ തട്ടും തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഈ നമ്മുടെ പ്ലേറ്റുകൾ ഇരിക്കുന്നല്ലോ, വലിയ പ്ലേറ്റുകളും ചെറിയ പ്ലേറ്റുകളും ഇരിക്കുന്ന ആ 2 തട്ട് മാത്രം ഞാൻ തുടയ്ക്കുന്നില്ല. കാരണം അത് ഇത്തിരി പോയൊക്കെ ഇരിക്കുകയായതുകൊണ്ട് എൻ്റെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. ഇത് കഴുകിയ സമയത്ത് 1-2 പ്രാവശ്യം എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ ഒരു റിസ്ക് ഞാൻ ഏറ്റെടുക്കുന്നില്ല. സ്റ്റീൽ ഗ്ലാസ് വേറെ, കുപ്പി ഗ്ലാസ് വേറെ, അങ്ങനെ വേർതിരിച്ച് രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴത്തെ തട്ട്, ഈ ഒരു
ഓർഗനൈസർ എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മുടെ പ്ലേറ്റുകളും ഒന്നും നമുക്ക് വലിച്ചു വാരി വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് ഒരു ചെറിയ കിച്ചണാണ് കേട്ടോ. ഒരു കുഞ്ഞ്, ഏറ്റവും കുഞ്ഞ്, എനിക്ക് തോന്നുന്നു ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന ആ ഒരു കിച്ചണെ അപേക്ഷിച്ച് അതിലും ചെറുതാണ് കേട്ടോ. അത് ഓൾറെഡി ഒരു ചെറിയ കിച്ചണായിരുന്നു. ഇപ്പോൾ ഇത് അതിനേക്കാട്ടിലൊരു ചെറിയ കിച്ചണാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി വലിച്ച് വാരിയിട്ടേക്കുന്ന ഒരു ഫീല് വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സാധനം കൊണ്ടുവന്നത്. അപ്പോൾ പാത്രങ്ങളെല്ലാം അടുക്കി അതിൽ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ തവികളെല്ലാം ഇവിടായിട്ടാണ് തൂക്കിയിടുന്നത്. അതും ഞാൻ വാങ്ങിച്ചതാട്ടോ. തവി തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒട്ടിക്കുന്ന സാധനം കേട്ടോ. ആണി അടിക്കാൻ പറ്റത്തില്ല ഇവിടെ ടൈലായതുകൊണ്ട്. പിന്നെ ഞാനിതാ നമ്മുടെ പൈപ്പ് കഴുകിയെടുക്കുക കേട്ടോ. പൈപ്പ് കഴുകിയെടുക്കുമ്പോൾ നല്ല പളപളാ തിളങ്ങും. എനിക്കങ്ങനെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിൽ ടൈലും ഒക്കെ ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കിയിട്ടു. ഏറ്റവും മെനക്കേടുള്ള പരിപാടി, ഏറ്റവും കൂടുതൽ ഞാൻ പാടുപെട്ടത് ഈ ഒരു കബോർഡ് വൃത്തിയാക്കാനായിരുന്നേ. കാരണം ഒന്നാമത് കുഞ്ഞ് അടുക്കളയാണ്. ഞാൻ ഒരു ചെറിയ സ്റ്റൂളിൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്നത്. ഒരു കസേര ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തല ഇടിക്കുന്നു. അപ്പോൾ നേരെ നിവർന്ന് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അത്രയും പൊക്കവേ ഈ ഒരു അടുക്കളയ്ക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞ് സ്റ്റൂൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കയറി നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്യാമറ വെക്കാനും അതിനുള്ള സൗകര്യമില്ല. ക്യാമറ വെച്ചാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് കാണുന്ന രീതിയിൽ ക്യാമറ വെക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല കേട്ടോ. നമുക്ക് നിന്ന് ചെയ്യാനുള്ള സ്പേസും ക്യാമറ വെക്കാനും കൂടിയുള്ള, നമ്മുടെ സ്റ്റാൻഡ് വെക്കാനും കൂടിയുള്ള ഒരു സ്പേസ് ഇല്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു വിധത്തിനങ്ങ് വെച്ചേക്കുവാണെങ്കിൽ വേണമെങ്കിൽ പറയാം. ചേട്ടായി ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വന്നു കേട്ടോ, ജോലിക്ക് പോയിട്ട്. അപ്പോൾ അതെല്ലാം അതിനകത്ത് നല്ല പൊടിയുണ്ടായിരുന്നു. 1 മാസമേ ആയിട്ടുള്ളൂ നമ്മൾ വൃത്തിയാക്കിയിട്ട്, എങ്കിലും നല്ല പൊടിയുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. എന്താണെന്നറിയത്തില്ല ഇങ്ങനെ പൊടി വരാൻ കാരണം. അതൊന്നും അറിയത്തില്ല. എന്തായാലും നല്ല രീതിയിൽ അങ്ങ് പൊടിയൊക്കെ അടിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അടുക്കളയിൽ അത്രയ്ക്ക് പൊടി കാണത്തില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ മുഖമൊന്നും മൂക്കൊന്നും പൊതിയാഞ്ഞത്. പക്ഷേ ഈ ഒരു കബോർഡ് തുടച്ചപ്പോഴത്തേനും അതിൽ നിറയെ പൊടിയായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു തുമ്മലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അങ്ങ് അടുക്കി പറക്കി വെച്ചു. ഒന്നാമത് ഇവിടെ ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല അടുക്കളയിൽ. ഒരു ഉച്ച കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുക്കളയിൽ ഒരുപാട് സമയം നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ കൂടെ പൊടിയും കൂടെ അടിക്കുമ്പോൾ നല്ല സുഖമായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ പൊടിയൊന്ന് തുടച്ച് കളഞ്ഞിട്ട് പൊടി തൂത്തുവാരി എടുത്ത് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നാമത് ചൂല് നമ്മുടെ ബ്രഷിൻ്റെ ചൂലാണല്ലോ. അപ്പോൾ അത് ഈ കബോർഡിനകത്ത് കയറത്തില്ല പൊടി തൂത്തുവാരി എടുക്കാനായിട്ട്. പിന്നെ ബ്രഷിൻ്റെ ആ ഒരു തൂക്കുന്ന ഭാഗം ഞാൻ ചൂലിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് കമ്പ് മാറ്റി വെച്ചിട്ടാട്ടോ ഇത് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അങ്ങനെ ആ പൊടിയെല്ലാം ഒന്ന് തൂത്തുവാരി കളഞ്ഞിട്ട് ബാക്കി സാധനങ്ങളെല്ലാം അടുക്കി പറക്കി വെക്കുക കേട്ടോ. ഈ കുറച്ച് പേപ്പർ പ്ലേറ്റുകളും പേപ്പർ ഗ്ലാസ്സുകളും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം അവിടെ തന്നെ വെച്ചേക്കുക കേട്ടോ. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാമെന്നും പറഞ്ഞു. പിന്നെ സോപ്പ്, ഒരു ഹാൻഡ് വാഷ്, തുണി നനയ്ക്കുന്ന സോപ്പ്, കുളിക്കുന്ന സോപ്പ്, പാത്രം കഴുകുന്ന സോപ്പ്, ഇതെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വെക്കുന്നത്. പിന്നെ അവിടെ ആ ഗ്ലാസിൻ്റെ ആ ഒരു സംഭവം എടുത്ത് വെച്ചിട്ട് ഒരു മറയാക്കി വെച്ചിട്ട് നമ്മുടെ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നത്, നമുക്കൊരു ഓവനുണ്ട്, ഓവൻ്റെ മുകളിലായിട്ടായിരുന്നു ഞാൻ അടുക്കി പറക്കി വെച്ചിരുന്നത്. അങ്ങനെ എൻ്റെ കൺവെട്ടത്ത് വെച്ചിരുന്ന സാധനങ്ങളാണ്. കാരണം ഈ എടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ ബാലൻസ് ഇരിപ്പുണ്ട്, പാക്കറ്റിലെ ഇരിപ്പുണ്ട്, തൊമര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ എൻ്റെ കൺവെട്ടത്ത് തന്നെ വെച്ചിരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇല്ലയെന്നും പറഞ്ഞിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഞാൻ സാധനം ഇല്ലെന്ന് പറഞ്ഞ് പിന്നെയും പോയി വാങ്ങിക്കും. അപ്പോൾ ഇത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഓവൻ്റെ മുകളിലായിരുന്നു ഞാൻ സാധനങ്ങളെല്ലാം, പലചരക്ക് സാധനങ്ങൾ പാക്കറ്റിലുള്ളതെല്ലാം വെച്ചിരുന്നത്. ഇപ്പം ഞാൻ അവിടെ നിന്നെല്ലാം മാറ്റി കേട്ടോ. കാരണം എല്ലാ സാധനങ്ങളും ഇങ്ങനെ ആ ഓവൻ്റെ മുകളിലിരുന്നപ്പോൾ ഒരു വൃത്തികേട് പോലെ, ഒരു വൃത്തിയില്ലായ്മ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും, ഇതുപോലത്തെ സാധനങ്ങൾ, പാത്രങ്ങളാണെങ്കിലും ഇങ്ങനെ നമ്മുടെ
നമ്മൾ പാത്രം കഴുകി വെക്കുന്ന ആ ഒരു സിങ്ക് ഉണ്ടല്ലോ, നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ അവിടെ ഇങ്ങനെ കമത്തി വെക്കുന്നത്, ഇങ്ങനെ നിരത്തി വെക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. കബോർഡൊക്കെ ഉണ്ടെങ്കിൽ കബോർഡിനകത്ത് അടച്ച് വെക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. എന്നിട്ട് നമ്മുടെ സിങ്കൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ലുക്ക് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ ഒന്നുമില്ലാതെ ഇപ്പം കിടക്കുന്നുണ്ടല്ലേ, ഇതേപോലെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ നമുക്ക് ആ ഒരു ഇത് പറ്റാത്തത് കൊണ്ട്, നമുക്ക് സ്ഥലപരിമിതിയും കൂടി ഉള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ അവിടെ ഇവിടെയൊക്കെ വെക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ ഇഷ്ടം ഞാൻ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പം ആ ഒരു ഏരിയ, നമ്മുടെ ഓവൻ്റെ ഏരിയയും അവിടെ എല്ലാം ഒന്ന് തുടച്ച് നീറ്റാക്കി ക്ലീനാക്കി എടുത്തു. ആദ്യം പൊടി തുടച്ചത് ഉണങ്ങിയ തുണി കൊണ്ടായിരുന്നു കേട്ടോ. പൊടിയെല്ലാം ഒന്ന് തുടച്ച് ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ നനഞ്ഞ തുണി കൊണ്ട് ഒന്നും കൂടി ഒന്ന് തുടച്ചെടുത്തു. ഈ ഓവൻ യൂസ് ചെയ്തിട്ട് കുറച്ച് നാളായി കേട്ടോ. പക്ഷേ ഇതിൽ ഒരിക്കൽ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ശരിയായില്ല. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ അത് ഓണാക്കുന്നത്, നമ്മൾ കേക്ക് അതിൽ ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ ഒന്ന് പഠിച്ചിട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ അത് നടന്നില്ല കേട്ടോ. സമയം കിട്ടിയില്ല, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല. പിന്നെ അതങ്ങനെ ഇരുന്നു. അപ്പോൾ ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഈ തവി വെക്കുന്നതും പിച്ചാത്തി വെക്കുന്നതും ഒക്കെ ആയിട്ട്. ഞാൻ ഈ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ലിങ്കെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കൂടെ തന്നെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. കയറി നോക്കുക കേട്ടോ. നമ്മുടെ ഈ ബക്കറ്റിൻ്റെ ആണെങ്കിലും നമ്മൾ പൊടികൾ, അതായത് മസാല, ഗരം മസാല, കുരുമുളക് ഒക്കെ പെട്ടെന്ന് പൊടിച്ചെടുക്കണമെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൈൻഡർ പോലത്തെ, മിക്സി പോലത്തെ ഒരിതുണ്ട്, അതിൻ്റെ ചോപ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കയറി നോക്കുക കേട്ടോ. പിന്നെ എനിക്ക് ഒരു സ്വഭാവമുള്ളത് കവർ ശേഖരണം എന്നൊരു സ്വഭാവമുണ്ട്. ഈ നല്ല നല്ല കവറുകളൊന്നും ഞാനിങ്ങനെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കാറില്ല. അതൊക്കെ ഞാനിങ്ങനെ വൃത്തിയാക്കി മടക്കി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു പതിവ്. അപ്പം ഞാൻ ഈ ഒരു നീല കളറിലെ ആ ഒരു സാധനം കണ്ടോ, ഒരു കുട്ട, അതിനകത്തായിരുന്നു ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതിങ്ങനെ കവറല്ലേ, എന്താ പറയുക, വെയിറ്റ് ഇല്ലാത്ത സാധനമായതുകൊണ്ട് ഇങ്ങനെ പറന്ന് അവിടെ എവിടെയൊക്കെ ആയിട്ട് പോകും. അതെല്ലാം കൂടെ ഒരൊറ്റ കവറിനകത്താക്കി അതും ഒന്ന് മാറ്റി സെറ്റാക്കി. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗം ഒന്ന് തുടച്ച് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് തുടച്ച് റെഡിയാക്കി. ബാക്കി ഇനി നമ്മുടെ സിങ്കാണ് കേട്ടോ. സിങ്ക് ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നതാണേ. അവിടെയും കൂടെ ഒന്ന് നീറ്റാക്കി കഴിഞ്ഞാൽ ബാക്കി ഇനി നമ്മുടെ സിങ്കിൻ്റെ താഴെയുള്ള പാത്രങ്ങളിരിക്കുന്ന ഭാഗം പാത്രം എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അവിടെയും കൂടി ഒന്ന് തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഫുള്ള് അടുക്കളയൊന്ന് തുടച്ചെടുത്താൽ മതി, തറ തുടച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് പാത്രങ്ങളും കൂടി നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ ഒരുപാട് അഴുക്കൊന്നും ഇല്ലായിരുന്നു. കാരണം ദിവസവും നമ്മളത് ചെയ്യുന്നതായതുകൊണ്ട് അവിടെ അത്ര വലിയ അഴുക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് തുടച്ച് മുക്കും മൂലയും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. സിങ്കിൻ്റെ മുകളിലും നമ്മുടെ തട്ട് ആ ഒരു ഭാഗവും നമ്മുടെ ടൈല് ഫുള്ളൊന്ന് തുടച്ചെടുത്തു കേട്ടോ. നനഞ്ഞ തുണി ആയതുകൊണ്ട് തുടച്ചെടുക്കുമ്പോൾ അഴുക്കെല്ലാം പെട്ടെന്ന് പോരും. ഈ കറികളൊക്കെ തിളയ്ക്കുമ്പം ഇങ്ങനെ വീഴുമല്ലോ, അത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നേരെ നമ്മുടെ സിങ്കിൻ്റെ താഴത്തോട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ പാത്രങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് പേപ്പർ മാറ്റി കൊടുക്കുക കേട്ടോ. പേപ്പറിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ബ്രഷും കൊണ്ട് ഒന്ന് തൂത്തു. ഞാൻ ഗ്യാസ് കുറ്റി മാറ്റിയിട്ടില്ല കേട്ടോ. അതെടുത്ത് മാറ്റാനായിട്ടുള്ള ആരോഗ്യം ഇപ്പോൾ എനിക്കില്ലാത്തത് കൊണ്ട് ഞാനത് മാറ്റിയില്ല. അതവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ പേപ്പറൊക്കെ വേറെ മാറ്റി നല്ല പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് പാത്രങ്ങളെല്ലാം അതേപോലെ തിരിച്ച് പറക്കി വെക്കുകയാണ് കേട്ടോ. ഈ കലങ്ങളൊന്നും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കലങ്ങളൊന്നും അല്ല കേട്ടോ. അതൊക്കെ ഇനി മാറ്റണം. നമ്മളെപ്പോഴും എടുക്കാത്ത കലം, ചട്ടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെക്കണമെന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സ്പേസ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ഇനി വേറൊരു ദിവസം മാറ്റണം. അങ്ങനെ നമ്മുടെ അടുക്കളയിൽ കിടക്കുന്ന ചവറെല്ലാം ഒന്ന് പറക്കി കളഞ്ഞ് പേപ്പറുകളും പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് തൂക്കുക കേട്ടോ. ഇനി തുടച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്താ പറയുക, വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല സ്പീഡിലായിരിക്കും ഞാൻ ഇട്ടേക്കുന്നത്. കാരണം പലരുടെയും റിക്വസ്റ്റ് കാരണം ഞാൻ വീഡിയോയ്ക്ക് സ്പീഡ് കുറച്ചിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. സ്പീഡ് കുറച്ചപ്പോൾ ലെങ്ത് കൂടി വീഡിയോൻ്റെ.
അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് എന്താ പറയുക കണ്ട് തീർക്കാൻ പറ്റാതെ വരുമ്പോൾ ഓ ഇത് തീരുന്നുമില്ലയോ എന്നൊക്കെ ബോറടിക്കും എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അത് മനസ്സിലാക്കി ഞാൻ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ ആയിരുന്നു നമ്മുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ റിക്വസ്റ്റ് വന്നത് കാരണം ഞാൻ സ്പീഡൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് വിചാരിച്ചു. അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പം എനിക്ക് ഒട്ടും വ്യൂസ് കുറഞ്ഞു പോയി കേട്ടോ. നല്ല വ്യൂസൊന്നും കിട്ടത്തില്ല, ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ ക്ലീനിങ് വീഡിയോസൊക്കെ കുറച്ച് സ്പീഡിലായിരിക്കും ഞാൻ ഇടുന്നത്. ഓവർ സ്പീഡിലല്ല, കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ഒക്കെ ആയിരിക്കും ഞാൻ ഇടുന്നത്. ഇന്നത്തെ വീഡിയോ കുറച്ച് കൂടുതൽ ലെങ്തി ആയിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 18 മിനിറ്റോളം ഉണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒരു ലൈക്ക് തന്നിട്ട് കാണാൻ മറക്കരുത്. നിങ്ങൾ ലൈക്കും കൂടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് കൂടുതൽ ആൾക്കാരിലോട്ട് പോകത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും വീഡിയോ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് വീഡിയോസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണം, ഒരുപാട് പേര് ഓരോ റെക്കമെൻഡേഷനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യാം. പലരും പറഞ്ഞിട്ടുള്ള രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്ലീനിങ് വീഡിയോസും ഷോപ്പിംഗ് വീഡിയോസും ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് അതിനുള്ള ഒരു സാവകാശം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കിച്ചൺ അങ്ങനത്തെ ക്ലീനിങ് വീഡിയോ ഓൾമോസ്റ്റ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തുടച്ചെടുത്ത തുണികളും ഒക്കെ ഒന്ന് കഴുകി ഒന്ന് വിരിച്ച് നമ്മുടെ സിങ്കിൻ്റെ മുകളിലോട്ടിട്ടു. അവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. ഞാൻ കുറേ സാധനങ്ങളൊക്കെ മാറ്റി നമ്മുടെ സാധനങ്ങളെല്ലാം കബോർഡിനകത്തും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. പൊടിയെല്ലാം തുടച്ച് നീറ്റാക്കി ക്ലിയറാക്കി. എല്ലാ മാസത്തിലും നമ്മൾ കിച്ചൺ ഇങ്ങനൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഓർഗനൈസിങ്ങും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചും ഒക്കെ വയ്ക്കാറുണ്ട്. കാരണം ഒരേ രീതിയിൽ ഇങ്ങനെ എന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു ബോറടിയാവും. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് വയ്ക്കുന്ന സാധനങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പം ഓരോ മാസവും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് മാറ്റി കണ്ടു കഴിയുമ്പം ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന രീതിയിലൊക്കെ ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തുടപ്പും എല്ലാം കഴിഞ്ഞു. തുടച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമ്പം ലൈക്ക് ചെയ്യുക ഒട്ടും മറക്കരുത്. ലൈക്കാണ് നമ്മുടെ വീഡിയോസിൻ്റെ ജീവൻ എന്ന് പറയുന്നതും നമ്മുടെ ജീവൻ എന്ന് പറയുന്നതും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.